അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 44. വസുന്ന കുല്ലു ഹജരിൻ ലികുല്ലി മഹല്ലിഹി. വസുന്ന സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു കുല്ലു ഹജരിൻ മിന സലാസത്തി, 3 കല്ലിൽ നിന്നുള്ള ഓരോ കല്ലിനെയും സുന്നത്താക്കപ്പെട്ടു. ഈ കുല്ലി മഹല്ലിഹി, അവനാ പുറപ്പെട്ട മൂസ്ത്രം കാശുണ്ടല്ലോ, ആ ഖാരിജിൻ്റെ മഹല്ല് മുഴുവനത്തിലും. 1 കല്ലുകൊണ്ടും ഖാരിജിൻ്റെ മഹല്ല് മുഴുവൻ എത്തിക്കുക, 2 കല്ലുകൊണ്ടും ഖാരിജിൻ്റെ മഹല്ല് മുഴുവൻ എത്തിക്കുക, 3 കല്ലുകൊണ്ടും ഖാരിജിൻ്റെ മഹല്ല് മുഴുവൻ എത്തിക്കൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെ? ഓരോ കല്ലുകൊണ്ടും ഈ ഖാരിജിൻ്റെ മഹല്ല് ആക്കുന്നതിൻ്റെ രൂപം ഫയബുദു. അപ്പോൾ ഈ കല്ലുകൊണ്ട് മനോഹരിക്കുന്ന ആൾ തുടങ്ങണം ബിൽ അവലി, 1 കല്ലുകൊണ്ട് തുടങ്ങണം. മിൻ മുഖദ്ദമി സുഫഹത്തിൽ യുംന. ഇപ്പം വിസർജിക്കുമ്പോഴാണ് പ്രത്യേകം പറയേണ്ടത്, മറ്റേ പിന്നെ മൂത്രിക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ കാശിയും കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ പറയാം. വലത്തെ ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗത്തും തുടങ്ങുക. എന്നിട്ടോ വൈദീറുഹു, അത് തുടങ്ങിയ 1 കല്ലിനെ ഇങ്ങനെ ചുറ്റിക്കണം. എങ്ങനെ ചുറ്റിക്കേണ്ടത്? ഫാസ്റ്റല്ല, കലീല അല്പാൽപമായി ഇങ്ങനെ ചുറ്റിക്കുക. ഏതുവരെ ചുറ്റിക്കണം? ഇലാ യസുല, കല്ല് 1 കല്ല് എത്തുന്നതുവരെ. ഇലാ മൗദി ഇബ്തിദാഇഹി, ആ കല്ല് തുടങ്ങിയ സ്ഥലത്തേക്ക്. തുടങ്ങിയതിപ്പോൾ 1 ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് നിന്ന് ലാടേക്ക് എത്തുന്നത് വരെ. അപ്പോൾ എന്തായി? ഈ 1 കല്ലുകൊണ്ട് ഈ ഖാരിജാകുന്ന കാഷ്ടത്തിൻ്റെ പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തി. പബിസാനി, 2 കല്ലുകൊണ്ട് അവൻ തുടങ്ങണം. മിൻ മുഖദ്ദമി സുഫഹത്തിൽ യുസ്ര, ഇടത്തെ ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗത്തും തുടങ്ങാം. എന്നിട്ടും വൈദീറുഹു, എന്നിട്ട് 2 കല്ലിനെ ചുറ്റിക്കണം. കലീല, അല്പാൽപ്പം മെല്ലെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചുറ്റിക്കണം. ഏതുവരെ ചുറ്റിക്കില്ല? യസുല, 2 കല്ല് എത്തുന്നത് വരെ. ഇലാ മൗദി ഇബ്തിദാഇഹി, 2 കല്ല് തുടങ്ങിയ സ്ഥലത്തിലേക്ക്, അഥവാ ഇടത്തെ ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗത്തിലേക്ക്. അപ്പോൾ 2 കല്ലുകൊണ്ടും എല്ലാ സ്ഥലവും എത്തിച്ച്. വയുമിറു സാലിസ, 3 കല്ലിനെ നടത്തണം. അലസുഫഹത്തേനി വൽ മസ്റബത്തി ജമീഅ, അലസുഫഹത്തേനി 2 ചന്തിക്കെട്ടിൻ്റെയും വൽ മസ്റബത്തി, ആ ദ്വാരം ഉണ്ടല്ലോ കാഷ്ടം കെട്ട് വരുന്നേ, ആ കുഴി, അടേൻ്റെയും മേൽ ജമീൻ 3ൻ്റെയും കൂടി മേലും ഒന്നിച്ച്. അപ്പം 3 കല്ലുകൊണ്ടും എന്തായി? എല്ലാ സ്ഥലവും എത്തിച്ചു. ഇതാണിപ്പം പിന്നെ സുന്നത്ത്. എന്നാൽ വക്കീല പറയപ്പെട്ടു അങ്ങനെയല്ല, മറിച്ച് യുവസവിന, ഈ 3 കല്ലുകളെ ഓഹരി ചെയ്യപ്പെടണം. ഈ ജാനിബൈഹി വൽ വസ്തി, ഖാരിജിൻ്റെ 2 ജാനിബിലേക്കും വസ്തിലേക്കും. അപ്പോൾ 1 കല്ല് ഒരു ജാനിബിലേക്ക്, 2 കല്ല് മറ്റേ ജാനിബിലേക്ക്, 3 കല്ല് വസ്തിലേക്കും. അങ്ങനെ തൗസീ ചെയ്യാണ്ട് വേണ്ടതെന്ന് ഖീല. അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെ? ഫയംസുഹു, അപ്പോൾ ഖീല പ്രകാരം മനോഹരം ചെയ്യുന്നതായിരിക്കുന്ന ആൾ തടകണം. വിവാഹിദിൻ, 1 കല്ലെടുത്ത് തടകണം. സുഹത്തിൽ യുംന, വലത്തെ ചന്തിക്കെട്ടിനെ. മിൻ മുഖദ്ദമിഹ, ആ വലത്തെ ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗത്തും തുടങ്ങിയിട്ട് തടകണം. അബിയാഹറ, വേറൊരു കല്ലെടുത്തിട്ട് തടകണം. അൽ യുസ്ര, ഇടത്തെ ചന്തിക്കെട്ടിനെ. മിൻ മുഅഖരിയ, ഇടത്തെ ചന്തിക്കെട്ടിൻ്റെ പിൻഭാഗത്തും തുടങ്ങിയിട്ട്. വക്കീല പറയപ്പെട്ടു മിൻ മുഖദ്ദമി, അല്ല ഇടത്തെ ചന്തിക്കെട്ടിൻ്റെയും മുൻഭാഗത്തും തന്നെയാണെന്ന്. വലത്തെ കല്ല്, 1 കല്ല്, 1 കല്ല് കൊണ്ട് വലത്തെ ചന്തിക്കെട്ടിൻ്റെ മുൻഭാഗമല്ലേ തുടങ്ങിയത്, മാതിരി എൻ്റെ ഇടത്തെ ചന്തിന് മുൻഭാഗമാണെന്ന് വേറെ അഭിപ്രായം. വക്കീലാനി പറയപ്പെട്ടു മിൻ മുഖദ്ദമിഹ, അതിൻ്റെ ഇടത്തെ ചന്തികളുടെ മുൻഭാഗം തന്നെയാണെന്ന്. അബിസാലിസി, 3ാമത്തെ കല്ലുകൊണ്ട് തടകണം. അല്ല വസ്ത, നടുവിന് തടുക. ഇങ്ങനെ തൗസീ ചെയ്യണമെന്ന് ഖീല. വൈസന്നുൽ ഇസ്തിൻജാഉ, മനോഹരം ചെയ്യുക എന്നുള്ളത്. വൈസന്നുൽ ഇസ്തിൻജാഉ, അതെ, മനോഹരം ചെയ്യൽ സുന്നത്താക്കപ്പെടും. ബിയസാരിഹി, അവൻ്റെ ഇടത്തെ കൈ കൊണ്ട് മനോഹരം ചെയ്യലാ സുന്നത്ത്. തഅസ്യൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തുടരാൻ വേണ്ടി. തങ്ങളെങ്ങനെ ചെയ്തത്? കമാ റവാഹു, അങ്ങനെ തുടരാൻ വേണ്ടിയാണ് തങ്ങളെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിന് റിവായത്ത് ചെയ്ത പോലെ. അബൂദാവൂദ വ ഖൈറുഹു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഖൈറുഹൊക്കെ റിവായത്ത് ചെയ്ത പോലെ. റവാ മുസ്ലിമുൻ അൻ സൽമാന, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നസ്തൻജിയ ബിൽ യമീനി, വലത്തെ കൈ കൊണ്ട് ഞങ്ങൾ മനോഹരിക്കലിനെ തൊട്ട് ഞങ്ങൾ വിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസിനെ. വലസ്തിൻജാ, എന്നാൽ മനോഹരിക്കേണ്ടതില്ല. ലിദൂദിൻ, പൊസു വന്നതിന് വേണ്ടി. അപ്പോൾ ഭാര്യൻ ഉണക്കപ്പെട്ട വന്നതിന് വേണ്ടിയും. ബിഫത്തിഹിൽ അതിന് ഫത്ത് കൊണ്ട് ബഹർ എന്നാണ് വായിക്കേണ്ടത്.
ബാ അറ് കേട്ടോ, ബഹർ സുക്കൂനല്ലാന്ന് ബാ അറ് ബിലാലോസിന് എങ്ങനെയാണ് ഈ ഉണക്കപ്പിട്ടയും പിന്നെ അതുപോലെ പുഷുവൊക്കെ വന്നത് പശർമല്ലാതെ വന്നത്. എന്നാൽ അവിടെ മനോരിക്കേണ്ടതില്ല ഫില്ലഹരി അത് പ്രകാരമില്ല. എന്തേ മനോരിക്കേണ്ട അറിയാൻ കാരണം ഈ ഫവാത്തി മഖസൂദിൽ ഇസ്തിൻജായി മനോരിക്കുന്നതിനാൽ ഉദ്ദേശിക്കപ്പെട്ട കാര്യം എന്തോ അത് ഇല്ലാത്തതിന് വേണ്ടി. എന്താ മനോരിക്കുന്നതിൻ്റെ മഖ്സൂദ്? മിൻ നിസാലത്തിൻ നജാസത്തി, നേഴ്സിനെ കംപ്ലീറ്റ് നീക്കി മാറ്റുക, അത് വെള്ളം കൊണ്ട് മനോരിക്കുമ്പോഴുള്ള മഖ്സൂദാണ്. ഔ തഖ്ഫീഫിഹ, അല്ലെങ്കിൽ ആ നജാസത്തിനെ ലളിതമാക്കുക, അത് കല്ലുകൊണ്ട് മനോരിക്കുമ്പോഴുള്ളതാണ്. ഈ രണ്ട് മഖ്സൂദും ഇല്ലല്ലോ, എവിടെ ഇല്ലല്ലോ? ഫീ ദാലിക, ഈ പറയപ്പെട്ട ദൂത് ബഹർ പ്രഷർമല്ലാതെ വന്ന പശുവിലും പിട്ടലും ഒന്നും ഇല്ലല്ലോ എന്നാണ് മനോരിക്കേണ്ടത് ന്യായം. വസ്സാനി, എന്നാൽ അദ്ഹറിന് മുഖാബിലായ കൗലാകുന്നത് അവർ പറഞ്ഞ ഈ യജ്ബുൽ ഇസ്തിൻജാവു മനോരിക്കൽ നിർബന്ധമാകുമെന്നാണ്. മിൻഹു, ഈ ലൗസില്ലാതെ വന്നതായിരിക്കുന്ന ബാറിലും ദൂതിലുമൊക്കെ. അതിന് കാരണം എന്താ? ഈ അന്നഹു, നിശ്ചയമായിട്ടും ഈ വന്ന ബാറും ദൂതുമൊക്കെ ലായഹലു, അത് ഒഴിവാകൂല അൻ റുത്തൂബത്തിൻ ഖഫിയത്തിൻ, കാഷ്ടമൂത്രത്തിൻ്റെ മാതിരിയൊന്നും വ്യക്തമല്ലെങ്കിലും നേരിയ കുറഞ്ഞത് ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ കുറഞ്ഞൊരു നനവയിലുണ്ടാകും. അപ്പോൾ കൊണ്ട് മനോരിക്കന്നെ വേണമെന്നാണ് ഒരു സാനി. വയുദ്സിയുൽ ഹജറു, എന്നാൽ കല്ല് മതിയാകും ഫിഹി, ഈ പറയപ്പെട്ടതായിരിക്കുന്ന പുസൂലും ബാറലും ഒക്കെ. വക്കീലാനി പറയപ്പെട്ടു ഫിഹി, ഇനി പുസൂലും ബാറലും ഒക്കെ ഉണ്ട് എന്ന്. കൗല നാദിരി, നാദിറിലുള്ള രണ്ട് കൗല്. അസാധാരണയായി മൂത്രവും ഒക്കെ വന്നിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ, വിലപ്പെട്ട പ്രകാരം കല്ല് മതിയെന്നതിനും സാനി പറ്റില്ല എന്നുള്ള രണ്ട് പേരുടെയും വരുമെന്ന്. വാലൽ അവലി, എന്നാൽ അദ്ഹർ അഥവാ ഈ ലൗസ് ഇല്ലാതെ കണ്ടുള്ള ബാറ് ദൂത് ഇതിലൊന്നും മനോരിക്കേണ്ടതില്ല എന്നുള്ള അദ്ഹർ പ്രകാരം യുസ്തഹബുൽ ഇസ്തിൻജാവ് മനോരിക്കുന്ന സുന്നത്താക്കപ്പെടും. മിൻഹു, ഈ പറയപ്പെട്ട അഥവാ ഈ ദൂത് അതുപോലെ തന്നെ ബാറിനത്തോടൊക്കെ മനോരിക്കുന്ന സുന്നത്തുണ്ട്. എന്താ സുന്നത്താൻ കാരണം? ഖുറൂജൻ പുറപ്പെടാൻ വേണ്ടി മിൻ ഖിലാഫി, ഖിലാഫെന്ന് ചില ഇങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ, അപ്പോൾ അവരോട് ക്ലിയർ ആകാൻ വേണ്ടി നടത്തും. അപ്പോൾ കൗലുൽ മുഹറർ, ഇവിടെ മുഹററിൻ്റെ വാക്കുണ്ട്. എന്താ വാക്ക്? ലായജിബൂന, ഇവിടെ ഉള്ളത് വലസ്തിൻജ എന്നല്ലേ മിൻഹാജിൻ്റെ ഇബാറത്ത്. എന്നാൽ മിൻഹാജിൻ്റെ ഇബാറത്ത് ലാസ്റ്റിനാണെങ്കിൽ അതേ സ്ഥാനത്ത് മുഹറർ പറഞ്ഞ വാക്ക് ലായജിബൂന്നാണ്. ലായജിബുൽ ഇസ്തിൻജാവു ലിദൂദിൻ വബാരിൻ ബിലാ ലൗസിൻ, ആ വാക്കാകുന്നത് ഔളഹു, അതാണ് മിൻഹാജിൻ്റെ ലസ്തിൻജ എന്ന വാക്കിനേക്കാൾ കൂടുതൽ വുളൂഹുള്ളത്, വ്യക്തത ഉള്ളത്. കാരണം മിൻഹാജിൻ്റെ ഇബാറത്ത് ബന്ധാ മനസ്സിലത് മനോരിക്കലേ ഇല്ല എന്നാണ്. അപ്പോൾ സുന്നത്തും ഇല്ലയെന്ന് തോന്നിയേക്കും. ഇത്തരത്തിൽ സുന്നത്തുണ്ടല്ലോ മനോരിക്കൽ. മറ്റേ മുഹറിൻ്റെ അങ്ങനല്ല, മനോരിക്കൽ നിർബന്ധമല്ല. പിന്നെ സുന്നത്തോ അതിനെപ്പറ്റി പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. പിന്നെ ചർച്ച ചെയ്ത് ആക്കാലോ. ഇത് മനോരിക്കലേ ഇല്ലയെന്ന് പറയുമ്പോൾ സുന്നത്തും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ബാബുൽ വുളൂഇ, ഇതാകുന്ന വുളൂവിൻ്റെ ബാബാണ്. ഹുവ, ഈ ബാബുൽ വുളൂ ആകുന്നത് മുസ്തമില്ല ഫുറൂദിമ്മ സുനനിൻ, വുളൂവിൻ്റെ ഫർളുകളെയും സുന്നത്തുകളെയും ഉൾക്കൊണ്ട രണ്ടും വിവരിക്കുന്നുണ്ട് അർത്ഥം. എന്നാൽ വബദാബിൽ അവലി, മുസ്ലിം റഹിമഹുല്ലാഹു തആല വുളൂവിൻ്റെ ഫർളുകളെ കൊണ്ട് തുടക്കം കുറിച്ചു. ഫഖാൽ, അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുകയും ചെയ്തു, ഫർളുഹു സിത്തത്തുൻ എന്ന് പറഞ്ഞു. ഫർളുഹു, അതിൻ്റെ ഫർള്, വുളൂവിൻ്റെ ഫർളാകുന്നത്, ഹുവ, ഈ ഫർളു എന്നുള്ള വാക്കാകുന്നത് മുഫ്രദുൻ മുളാഫുൻ, മുളാഫായ ഹൂലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കുന്ന മുഫ്രദായ വാക്കാണത്. അപ്പം നെഹവിൻ്റെ കാനൂൻ പ്രകാരം എന്താവും? മുഫ്രദ് മുളാഫിനെ ഇളാഫത്ത് ചെയ്യപ്പെട്ടാൽ അത് ഉമ്മൂമിനെ ഫായിദപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രകാരം ഫയൗമു. അപ്പോൾ ഈ ഫർളുഹു എന്നുള്ളതായിരിക്കുന്ന ഈ വാക്ക് വ്യാപകമാക്കുന്നുണ്ട്, ആമാക്കുന്നുണ്ട്. എന്തിനെ? കുല്ല ഫർദിൻ മിൻഹു, ആ വുളൂവിൻ്റെ ഫർദിൽപ്പെട്ട എല്ലാ ഫർദിനെയും ആമാക്കുന്നുണ്ട്. അപ്പം ഫർദുകൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഐ ഫുറൂദ്, അപ്പം ഫർദുകൾ എന്ന് പറഞ്ഞ മാതിരി കമാഫിൽ മുഹറരി, മുഹറിൻ്റെ ഇബാറത്തിൻ്റെ അങ്ങനെയാണ്, ഫുറൂദുഹു സിത്തത്തുന്നാണ്. അപ്പോൾ പ്രകാരം ഇവിടെ സിത്തത്തുനിന്ന് ഖബറാക്കുന്നതിന് പ്രശ്നമില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ തോന്നില്ല, ഫർദുഹു ഒരു ഫർദാകുന്ന സിത്തത്തിന് 6 അങ്ങനെയല്ലേ അർത്ഥം. അങ്ങനെ അർത്ഥം വെക്കില്ല. കാരണം അത് ഫർദുള്ള ഉമ്മൂമ് അല്ല, ഫർദ് മുളാഫായിരിക്കുന്ന മുഫ്രദാണ്. അപ്പോൾ പ്രകാരം നമ്മൾ ദുആർക്കുമ്പോഴൊക്കെ ഇല ഹദറത്ത് ജമീൽ അംബിയായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെറ്റില്ല എന്നായി. കാരണം ഹദറത്തുള്ള മുഫ്രദാണല്ലോ, അതിന് ഇളാഫത്ത് ചെയ്യുമ്പോൾ ഉമ്മൂമിനെ ഫൈദിപ്പിക്കും. സിത്തത്തിന് 6. അഹദുഹ 6 എന്നുള്ള ഒന്നാകുന്നത് നെയ്യത്ത് റഫി ഹദസിൻ അലൈഹി, അവൻ്റെ മേലുള്ള അശുദ്ധിനെ ഉയർത്തുന്നു എന്ന് കരുതലാണ്. ഐ മാ യസ്തുഖു അലൈഹി ഹദസുൻ, ഹദസ് എന്ന് പറഞ്ഞാൽ ഐ മാ ഒന്നിനെ ഉയർത്തും. എന്നാണ് യസ്തുഖു അലൈഹി, ഒന്നിൻ്റെ മേൽ പറയാൻ പറ്റും, ഹദസുൻ ഹദസ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒന്നിനെ ഹദസ് എന്തിൻ്റെ മേലാണോ സാധിക്കാവുന്നതെങ്കിൽ അതിനെ ഉയർത്തുന്നു എന്ന്.
അങ്ങനെ അവൻ്റെ മേലുള്ള ഹദസിനെ ഉയർത്തുന്നതിൻ്റെ കരുതുന്നതിൻ്റെ ഉദാഹരണത്തെ പോലെ കായ് എംവിയ ഈ ഊതെടുക്കുന്ന ആൾ കരുതും പോലെ റഫ് ഹദസിൽ ബൗലിൽ സ്വാതിരി മിൻഹു അവൻ നിന്നുണ്ടായ മൂത്രിച്ചതിൻ്റെ ഹദസ് ഒരു ഉദാഹരണം. പിന്നെ അല്ലെങ്കിൽ കാഷ്ടിച്ചതിൻ്റെ ഹദസ് അല്ലെങ്കിൽ പെണ്ണിനെ തൊട്ടതിൻ്റെ ഹദസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയാം. ഈ റഫ് ഹുക്മ ഇപ്പോൾ ഹദസിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഹദസ് മൂലം ഉണ്ടായിരുന്ന വിധിയെ ഉയർത്തുക എന്നാണ്. ആ ഹദസിൻ്റെ ഹുക്കം എന്തായിരുന്നു? ഹുർമത്തി സ്വലാത്തി നിസ്കാരം ഹറാമാകുക, ഖുർആൻ തൊഴിൽ ഹറാമാകുക, തവാഫ് ഹറാമാകുക, ഇങ്ങനത്തെ ഹുക്കുമുണ്ടല്ലോ. ആ ഹുക്കുമിനെ അങ്ങ് ഉയർത്തുക, അതൊക്കെ ഈ ഹലാലാകുക അർത്ഥം. അപ്പോൾ ഇബാറത്തിൽ മുഹറരി വഹൈരിഹി, ഇവിടെ മുഹററി ഹൈറിൻ്റെ ഒക്കെ ഇബാറത്ത് റഫുൽ ഹദസി എന്നാണ്. അതാണ് നല്ല മട്ടുള്ള ഇബാറത്ത് എന്ന് പറയുക. ഇവിടെ മറ്റേ മുസ്ലിം എന്താ പറഞ്ഞത്? അല്ല മറ്റൊന്നല്ല കേട്ടോ, അതിനെ ചർച്ച ചെയ്യാണ് ആ ഇബാറത്തിനെ പറ്റി. മുഹററിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇബാറത്ത് റഫൽ ഹദസി അലിഫ്ലാം കൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിം എന്താക്കിയത്? അലിഫ്ലാം ഒഴിവാക്കി. എൻ്റെ കാരണം വിവരിക്കും ഇൻഷാല്ലാ. എല്ലതി അലിഹി എന്ന അർത്ഥം. എല്ലാ ദിവസവും അറിയപ്പെട്ട ഹദസ് എന്നല്ല. ഇപ്പോൾ അറിയപ്പെട്ട ഹദസ് അത് ആ ഉദു എടുക്കുന്നതിൻ്റെ മേൽ സ്ഥലപ്പെട്ട ഉള്ള ഹദസ് എന്നാവും. എന്നാൽ അത് അൻഹ ആ അൽ ഹദസ് എന്ന പ്രയോഗത്തിനെ വിട്ട് നബി റളിയല്ലാഹു അൻഹു തെറ്റി ഇലാമാ ഖാലഹു നബിയാൻ പറഞ്ഞ ഹദസിൽ നിന്ന് അലിഫ്ലാം ഒഴിവാക്കി പറഞ്ഞു. അതെന്താ അങ്ങനെ തെറ്റിയത്? ഖാലുവിൻ്റെ കാരണം നബിയാമെന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഫി ദഖായിക്ക്, ഈ മിൻഹാജിലെ ഫായിദകൾ വിരിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു കിതാബാണല്ലോ ദഖായിക്ക്. അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ലിയദ്ഖുല ഫീഹി മൻ നവാ റഫ ബഅദി അഹദാസിഹി. അതിന് വേണ്ടിയാണ് ഞാൻ അൽഫാം എടുത്താൽ എന്താ അർത്ഥം വരിക? അവൻ്റെ മേലുള്ള എല്ലാ ഹദസും എന്നല്ലേ? അതില്ല. അത് മാത്രമല്ല, ഇനി അവൻ്റെ മേലുള്ള ചില ഹദസ് അവന് 4 കാരണം കൊണ്ട് ഹദസ് ഉണ്ടായിരിക്കണം. അതിലെന്തെങ്കിലും ഒന്നിന് മാത്രമാണ്, എന്നാലും ശരിയാകല്ലോ ഉള്ളൂ. അപ്പോൾ അത് പെടാൻ വേണ്ടിയാണ് ഹദസിൻ എന്ന് കൊടുത്തത്, അൽഫാം ഇല്ലാതെ കൊടുത്തത്. എന്താ കാരണം? ഫൈന്നഹു നിശ്ചയമായി അലിയദ്ഖുലഫി, ആ മുസ്ലിം പറഞ്ഞതിൽ കടക്കാൻ വേണ്ടിയാണ് മനുരുത്തൻ. എന്താണ്? നവാവും കരുതി റഫ ബഅദി അഹദാസി, അവൻ്റെ ഹദസുകൾ എന്നുള്ളതായ ബഅദു. അല്ലാണ്ട് അവൻ പെണ്ണിനെ തൊട്ട വകയിലും ഹദസ് ഉണ്ടായിക്കണ്, ഉദു മുറിഞ്ഞ വകയിലും അല്ല ഉറങ്ങിയ വകയിലും പിന്നെ മുദ്രിച്ച വകയിലും ഒക്കെ ഉണ്ടായിക്കണ്. അന്നേരം ബഅദു മാത്രം കരുതി അങ്ങനെ പറ്റില്ലോ. ഫൈന്നഹു, കാരണം അവനാ കരുതിയത് യക്ഫി, അവനക്ക് മതിയാവും, ഫിൽ അസ്ഹി ഹസ് പ്രകാരം മതിയാകും. വലുവനവാനിരുത്തം കരുതിയാൽ ഖൈറമാലഹി, അവൻ്റെ മേലിലുള്ള ഹദസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഹദസിനെ ഉയർത്താമെന്ന് കരുതിയാലോ? ഉദാഹരണം, ബാലവലമ്യനം, മൂത്രിസിക്കണം, ഉറങ്ങിയിട്ടേ അല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തില്ല? നൗമ് എന്നുള്ള ഹദസില്ലേ. എന്നിട്ടും മുപ്പൊരു ഫനവാ കരുതി. എന്താ അറിയോ? റഫ ഹദസിൻ നൗമി, ഉറങ്ങൽ മൂലമുണ്ടായ ഹദസിനെ ഉയർത്തുന്നതാണ് കരുതിയത്. എന്നാൽ അപ്പോൾ നോക്കണം, ഫൈൻ ഖാന ആമിദ, കരുതി കൂട്ടിയാണ് ഇവൻ ഈ വികൃതി കാണിച്ചതെങ്കിൽ ലം യസിഹ വുളുവിനെ ശരിയാവില്ല. അപ്പോൾ ഒരു വികൃതി കാണിച്ച മാതിരിയാണ്. അതുകൊണ്ട് കരുതി കൂട്ടിയാണ് ശരിയുണ്ടാവില്ല ഫിലോസഫി പ്രകാരം. ഔ ഖാലിദാണെങ്കിൽ പിഴച്ചു പോയതാണ്, ആവുമ്പോൾ അങ്ങനെ വന്നു പോയതാണ്. എന്നാൽ സുഹാഖത്തിൻ നാടെ ഖിലാഫിനല്ലാതെ അസുപ്രകാരം താനി പ്രകാരമൊക്കെ ആ വുളു ശരിയാവുകയും ചെയ്യും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.